അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മോഡൽ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലു ബിൽ മുനാസിബി മിനൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് കൊണ്ട് പൂരിപ്പിക്കാനാണ്. ഇവിടെ 5 ചോദ്യങ്ങളുണ്ട്. ഓരോന്നിനോട് യോജിക്കുന്ന പദങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസുകളായിട്ട്. ഏതാണോ യോജിക്കുന്നത് വെച്ചാൽ അത് എടുത്ത് ഇതാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം ഡാഷ് അൽ വലതു അൽ ഹയ്യത്ത, കുട്ടി പാമ്പിനെ. ഇനി അവിടെ ഒരു ഫെയില് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഫെയിലുകൾ ചേർക്കുമ്പോൾ പിന്നെ ഗ്രാമർ ഓക്കെ ആണോ നോക്കണം. മുദക്കർ, മുഅന്നസ്, മുഫ്രദ്, മുസന്ന, ജം ഇതൊക്കെ യോജിക്കുന്നത് തന്നെ ആവണം. പിന്നെ അതുപോലെ തന്നെ അർത്ഥം കൂടി യോജിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് വേണം ഓരോന്നും ചേർത്ത് കൊടുക്കാനും. അപ്പോൾ ഇവിടെ ജലസ, യദ്ഹബു, ഖത്തല എന്ന് 3 പദങ്ങളാണുള്ളത്. ജലസ പറഞ്ഞാൽ ഇരുന്നു, യദ്ഹബു പോകുന്നു, ഖത്തല കൊന്നു. അപ്പോൾ ഇവിടെ ആൻസർ വേണ്ടത് ഖത്തല എന്നാണ്. ഖത്തലൽ വലതു അൽ ഹയ്യത്ത, കുട്ടി പാമ്പിനെ കൊന്നു എന്നർത്ഥം വരും. രണ്ടാമത് ഡാഷ് അൽ ബിന്തു ഇലൽ മദ്രസത്തി, പെൺകുട്ടി മദ്രസയിലേക്ക്. ഇനി പോയി എന്നർത്ഥം വരുന്ന പദമാണ് വേണ്ടത്. അതിൻ്റെ കൂടെ ബിന്ത് എന്ന ഫായിലിനോട് യോജിക്കുന്നതാവണം. ബിന്ത് നമുക്കറിയാം മുഫ്രദ് മുഅന്നസാണ്. അപ്പോൾ മുഫ്രദ് മുഅന്നസായൊരു പദമാണ് ഇവിടെ വേണ്ടത്. ഇവിടെ ജാഅത്ത് ഉണ്ട്, തൽഅബുണ്ട്, ജാ ഉണ്ട്. അർത്ഥം കൂടി യോജിക്കണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ജാഅത്ത് വന്നു, ജാ പറഞ്ഞാലും വന്നു. പക്ഷേ ജാഅത്ത് എന്നുള്ളത് മുഫ്രദ് മുഅന്നസാണ്, ജാ എന്നുള്ളത് മുഫ്രദ് മുദക്കറാണ്. ഇവിടെ ബിന്ത് ഉണ്ടായത് കൊണ്ട് തന്നെ ജാഅത്താണ് യോജിക്കുക. തൽഅബ് ഏതായാലും യോജിക്കുമല്ലോ. ജാഅത്ത് അൽ ബിന്തു ഇലൽ മദ്രസത്തി, ജാഅത്തിൽ ബിന്തു ഇലൽ മദ്രസത്തി, അങ്ങനെയാണ് വരിക. ഇനി മൂന്നാമത്തത് ഡാഷ് അശംസു ഫിസ്സമായി, ആകാശത്ത് സൂര്യൻ. ഇനി അവിടെ യോജിക്കുന്നത് ഏതാണ്? ലഹറത്ത് ഉണ്ട്, ലഹർത്ത ഉണ്ട്, ലഹർത്തി ഉണ്ട്. നമ്മൾ പഠിച്ചതാണ്. അതിനോട് യോജിക്കുന്നത് ലഹറത്ത് എന്നാണ്. ലഹറത്ത് ഷംസു ഫിസ്സമായി, ആകാശത്ത് സൂര്യൻ ഉദിച്ചു, വെളിവായി എന്നുള്ള അർത്ഥം വരും, വെളിവായി. ഇനി ഡാഷ് യത്തൂഫൂന ബിൽ കഅബ, കഅബ കൊണ്ട് തവാഫ് ചെയ്യുന്നു. ഇനി അവിടെ യോജിക്കുന്നത് അൽ മുസ്ലിമത്തു, അൽ മുസ്ലിമൂന, അൽ മുസ്ലിമാത്തി എന്നീ പദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ യത്തൂഫൂന എന്നാണ് വേണ്ടത്, ജം ആണ്. അപ്പോൾ അതിനോട് യോജിക്കുന്ന ജം മുദക്കറായ ഒരു പദമാണ് വേണ്ടത്. അതിവിടെ ഉള്ളത് അൽ മുസ്ലിമൂന എന്നാണ്. അപ്പോൾ ശരിയായ ഉത്തരം അൽ മുസ്ലിമൂന. അൽ മുസ്ലിമൂന യത്തൂഫൂന ബിൽ കഅബത്തി. ഡാഷ് ഹുമാല ഇബാനി, ഹുമാന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം മുസന്നയാണ് എന്നുള്ളത്. പിന്നെ അതിനോട് യോജിക്കുന്നത് ഇവിടെ ഏതൊക്കെയാണ്? അൽ അത്തുഫാലു, അത്തുഫ്ലു, അത്തുഫ്ലാനി. ഇതിൽ യോജിക്കുന്നത് ഏതാ? അത്തുഫ്ലാനി എന്നുള്ളതാണ്. അത്തുഫ്ലാനി ഹുമാല ഇബാനി, 2 കുട്ടികൾ, അവർ 2 പേരും കളിക്കുന്നവരാണ് എന്നർത്ഥം വരും. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുമയ്യിസുൽ ജുംലത്തുൽ ഇസ്മിയത്ത വൽ ഫിഅലിയത്ത, ഇസ്മിയായ ജുംലകളും ഫെയിലിയായ ജുംലകളും വേർതിരിക്കാനാണ്. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തത് അല്ലാഹു ഗഫൂറുൻ, യജ്ലിസുൽ ഉസ്താദു, ഖത്തലൽ ഖിത്തു, അൽ വലദു നായിമുൻ, അൽ മുഅ്മിനൂന ഇഖ്വ, അത്വരീഖു വാസിഉൻ. ഇനി അൽ ജുംലത്തുൽ ഫിഅലിയ അതേപോലെ അൽ ജുംലത്തുൽ ഇസ്മിയ 2 എഴുതാനുള്ള ഭാഗം അവിടെ ഉണ്ട്. നമുക്കറിയാം ജുംലത്തുൽ ഫെയിലിയ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന രൂപത്തിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഫെയില് കൊണ്ട് തുടങ്ങുന്ന പദങ്ങൾക്ക് ഫെയിലിയായ ജുംല എന്ന് പറയാം. ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്ക് ഇസ്മിയായ ജുംല എന്നും പറയാം. അപ്പോൾ ഇവിടെ അല്ലാഹു ഗഫൂറുൻ, അതാദ്യം നോക്കുകയാണ്. അള്ളാഹ് എന്നുള്ളത് ഇസ്മാണ്. അപ്പോൾ അത് ജുംലത്തുൽ ഇസ്മിയ എന്നുള്ളിടത്താണ് എഴുതേണ്ടത്. പിന്നെ യജ്ലിസുൽ ഉസ്താദ്, ഉസ്താദ് ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ യജ്ലിസു എന്നാണ്, ഇരിക്കുന്നു. അത് ഫെയിലാണ്. അപ്പോൾ അത് ഫെയിലിയായ ജുംലയിലാണ് എഴുതേണ്ടത്. പിന്നെ ഖത്തലൽ ഖിത്തു, പൂച്ച കൊന്നു. അതിൻ്റെ തുടക്കം ഖത്തല, കൊന്നു എന്നുള്ളത് ഫെയിലാണല്ലോ. അപ്പോൾ അത് ഫെയിലിയായ ജുംലയിൽ എഴുതണം.
ഇനി അൽ വലതു നായിമുൻ, കുട്ടി ഉറങ്ങുന്നവനാണ്. അപ്പോൾ അൽ വലത് എന്നുള്ള കുട്ടി, ആൺകുട്ടി എന്നുള്ളത് ഇസ്മാണ്. അപ്പോൾ അത് ഇസ്മിയായ ജുംലയിൽ എഴുതണം. പിന്നെ അൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരങ്ങളാണ്. അപ്പോൾ അൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാലും ഇസ്മാണ്. അപ്പോൾ അത് ഇസ്മിയായ ജുംലയിൽ എഴുതണം. അത്വരീഖ് വാസിഉൻ, വഴി വിശാലമാണ്. അതും ത്വരീഖ് എന്നുള്ളതും ഇസ്മാണ്. അപ്പോൾ ഇസ്മിയായ ജുംലയിൽ എഴുതണം. അപ്പോൾ അൽ ജുംലത്തുൽ ഫിഅലിയ എന്നുള്ളിടത്ത് യജ്ലിസുൽ ഉസ്താദു ഖതലൽ ഖിത്തു, ഇത് രണ്ടാണ് വരിക. ഇനി അൽ ജുംലത്തുൽ ഇസ്മിയ എന്നുള്ളിടത്ത് അല്ലാഹു ഗഫൂറുൻ, അൽ വലതു നായിമുൻ, അൽ മുഅ്മിനൂന ഇഖ്വ, അത്വരീഖു വാസിഉൻ, ഈ 4 വരും. 4 അവിടെ എഴുതി കൊടുക്കേണ്ടി വരിക. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നക്തുബുൽ അംറൽ ഹാദിറ മഅൽ ലബ്തി ബിശ്ശക്ലി. താഴെ ഒരു 6 മാളി മുലാരിയായ ഫീലുകളുണ്ട്. അതിൻ്റെ കംറ് എഴുതി കൊടുക്കാനാണ്. ഒന്നാമത്തേത് കതബ യക്തുബു. അംറ് ഹാദിർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. കതബ യക്തുബു ഉക്തുബ് എന്നാണ്, ഉക്തുബ്. പിന്നെ രണ്ടാമത്തേത് കസറ യക്സിറു, കസറ യക്സിറു. അതിൻ്റെ അംറ് ഹാദിർ എന്താണ്? ഇക്സിർ എന്നാണ്, ഇക്സിർ. പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തേത് വലഅ യലഉ, വലഉ വലഅ യലഉ. അതിൻ്റെ അംറ് ഹാദിർ എന്നിങ്ങനെ വരിക? ലഅ എന്നാണ് വരിക, വലഅ യലഉ ലഅ. പിന്നെ അതേപോലെ നാലാമത്തേത് ബഅ യബീഉ, ബഅ യബീഉ. അതിൻ്റെ അംറ് ഹാദിർ ബിഅ എന്നാണ് വരിക, ബിഅ. പിന്നെ അഞ്ചാമത്തേത് കഫാ യക്ഫി, കഫാ യക്ഫി. അതിൻ്റെ അംറ് ഹാദിർ ഇക്ഫി എന്നാണ് വരിക, ഇക്ഫി. ആറാമത്തേത് സ്വാന യസൂനു, സ്വാന യസൂനു സുൻ എന്നാണ് അംറ് ഹാദിർ വരിക, സുൻ. ഇനി നാലാമത്തേത് നുജീബ്, ഉത്തരം എഴുതാനാണ്. കൈഫ യുക്കവ്വനുൽ അംറുൽ ഹാദിറു മിനൽ മുലാരിഇ ഇദാ കാന മാ ബഅദ ഹർഫിൽ മുലാറഅത്തി മുതഹർരികൻ. നമ്മൾ ഉത്തരം എഴുതുമ്പോഴൊക്കെ അറബിയിൽ തന്നെയാണ് എഴുതേണ്ടത്. മുലാറഅത്തിൻ്റെ അക്ഷരത്തിന് ശേഷം ഹർക്കത്തുള്ളതാണെങ്കിൽ അതിനെ ആ മുലാരിയിൽ നിന്ന് അംറ് ഹാദിർ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ബിഹദ്ഫി ഹർഫിൽ മുലാറഅത്തി വസുക്കൂനിൽ ആഖിരി, ബിഹദ്ഫി ഹർഫിൽ മുലാറഅത്തി വസുക്കൂനിൽ ആഖിരി. മുലാറഅത്തിൻ്റെ അക്ഷരം കളയുകയും അതേപോലെ തന്നെ അവസാനത്തതിന് സുക്കൂൻ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ അറബിയിൽ തന്നെ എഴുതണം. ഇനി രണ്ടാമത്തേത് അൽ മുബ്തദഉ മാഹുവ. മുബ്തദ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. എന്താ നമ്മൾ പഠിച്ചല്ലോ, അൽ കലിമത്തുൽ ഊലാ മിനൽ ജുംലത്തിൽ ഇസ്മിയത്തി തുസമ്മ മുബ്തദഅൻ. അൽ കലിമത്തുൽ ഊലാ മിനൽ ജുംലത്തിൽ ഇസ്മിയത്തി തുസമ്മ മുബ്തദഅൻ. അൽ കലിമത്തുൽ ഊലാ മിനൽ ജുംലത്തിൽ ഇസ്മിയ, അതുവരെ എഴുതിയാലും മതി. ഇസ്മിയായ ജുംലകളിൽ നിന്നുള്ള ഒന്നാമത്തെ കലിമത്തിനാണ് മുബ്തദ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം അൽ ജുംലത്തുൽ ഫഇലിയ്യത്തു മാഹിയ. ജുംലത്തുൽ ഫഇലിയ, ഫഇലിയായ ജുംല എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? ഫിൽ ജുമലി ഫഇലുൻ വഫാഇലുൻ യുസമ്മ ജുംലത്തൻ ഫഇലിയ. ഇനി ഫിൽ ജുമലി ഫഇലുൻ വഫാഇലുൻ എഴുതിയാലും മതി. ഒരു ജുംലയിൽ ഫഇലും ഫായിലും ഉണ്ടെങ്കിൽ ആ ജുംലക്ക് പറയുന്ന പേരാണ് ജുംലത്തുൽ ഫഇലിയ. ഇനി നാലാമത്തേത് മത്താ യകൂനുൽ മുലാരിഉൽ മുസ്ബത്തു മൻഫിയൻ. മുലാരി മുസ്ബത്ത് എപ്പോഴാണ് മൻഫി ആവുക എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഇദാ ദഖല ഹർഫു ലാ ഫി അവലിൽ ഫഇലി. ഇദാ ദഖല ഹർഫു ലാ ഫി അവലിൽ ഫഇലി, ഫീലിൻ്റെ ആദ്യത്തിൽ ലാ എന്ന ഹർഫ് പ്രവേശിച്ചാൽ. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നുഅരിബു, അറബിയാക്കി കൊടുക്കാനാണ്. 2 ചോദ്യങ്ങളോടെ ഉണ്ട്. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ഒറ്റക്കിരിക്കുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ഒറ്റക്കിരിക്കുന്നവരായിരുന്നു. എങ്ങനെ അറബിയാക്കുക? പുസ്തകത്തിലുണ്ടല്ലോ. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്ലിസു വഹീദൻ ഫി ഗാരി ഹിറാ. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്ലിസു വഹീദൻ ഫി ഗാരി ഹിറാ. രണ്ടാമത്തേത് സഹോദരൻ മക്കയിലേക്ക് പോകുന്നവനാണ്. സഹോദരൻ മക്കയിലേക്ക് പോകുന്നവനാണ്. അതെങ്ങനെ അറബിയാക്കാം? അൽ അഖു ദാഹിബുൻ ഇലാ മക്ക, അൽ അഖു ദാഹിബുൻ ഇലാ മക്ക. ഇനി ആറാമത്തെ ആക്ടിവിറ്റി നുതർജിമു, പരിഭാഷപ്പെടുത്താനാണ്. അവിടെയും 2 ചോദ്യങ്ങളാണുള്ളത്. 1, അൽ കഅബത്തു അവ്വലു ബൈത്തിൻ വുളിഅ ലി ഇബാദത്തില്ല. അൽ കഅബത്തു അവ്വലു ബൈത്തിൻ വുളിഅ ലി ഇബാദത്തില്ല. എങ്ങനെ അതിൻ്റെ അർത്ഥം ഇതാ, അങ്ങനെ അത് പരിഭാഷപ്പെടുത്താം? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി സ്ഥാപിതമായ ആദ്യത്തെ ഭവനമാണ് കഅബ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി സ്ഥാപിതമായ ആദ്യത്തെ ഭവനമാണ് കഅബ.
രണ്ടാമത്തത് ഇർഹമു മൻ ഫിൽ അർള്, ഇർഹമു മൻ ഫിൽ അർള്. എങ്ങനെ അത് പരിഭാഷപ്പെടുത്താം? നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യുക, നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യുക. ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി നുൻഷിഉ ജുമലൻ ഫിഅലിയ്യതൻ ബിസ്തിആനത്തിൽ കലിമാത്തിൽ ആതിയ. ശേഷം വരുന്ന കലിമത്തുകളുടെ സഹായത്തോടെ ഫിഅലിയായ ജുംല നിർമ്മിക്കാനാണ്. 4 എണ്ണമാണ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇവിടെ അതിൻ്റെ കലിമത്തുകൾ ഏതൊക്കെയാണ്? കററ, സുർന, റആ, മാ റക്കിബത്തു, അസ്സഫീനത്തി, അസ്വാലിഹീൻ, അനസുൻ, അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വദീഖുഹു, അൽ ജവാബ, മഖാബിർ, ഫി. അപ്പോൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം? 1 മാ റക്കിബത്തു ഫിസ്സഫീന, അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. മാ റക്കിബത്തു ഫിസ്സഫീന, കപ്പലിൽ ഞാൻ കയറിയിട്ടില്ല എന്നർത്ഥം വരുന്ന രീതിയിൽ ഉണ്ടാക്കാം. പിന്നെ രണ്ടാമത്തത് ഇങ്ങനെ പുസ്തകത്തിലുള്ള തന്നെ നമുക്ക് ഇതാം സുർന മഖാബിർ സ്വാലിഹീൻ, സുർന മഖാബിർ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ മക്ബറ ഖബറുകൾ ഞങ്ങൾ സന്ദർശിച്ചു എന്നർത്ഥം വരുന്ന രീതിയിൽ അങ്ങനെ ഒന്നുണ്ടാക്കാം. പിന്നെ കററൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജവാബൽ ഔവൽ, കററൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജവാബൽ ഔവൽ, ആദ്യത്തെ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചു എന്നർത്ഥം വരും. പിന്നെ നാലാമത്തത് റആ അനസുൻ സ്വദീഖുഹു, റആ അനസുൻ സ്വദീഖുഹു, അനസ് അവൻ്റെ കൂട്ടുകാരനെ കണ്ടു. ഇനി എട്ടാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലു തസ്രീഫ, സർഫാക്കിങ്ങാണ്ട് പൂരിപ്പിക്കാനാണ്. ഇവിടെ 4 എണ്ണാണുള്ളത്. 1 ഉത്തുറുക്ക്, ലാസ്റ്റ് ഉത്തുറുഖ്ന എന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഏതൊക്കെ ചേർത്ത് കൊടുക്കണം? ഉത്തുറുക്ക് കഴിഞ്ഞിട്ട് ഉത്തുറുക്ക, ഉത്തുറുക്കു, ഉത്തുറുക്കി, ഉത്തുറുക്ക, അതൊക്കെയാണ് അതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഉത്തുറുക്ക്, ഉത്തുറുക്ക, ഉത്തുറുക്കു, ഉത്തുറുക്കി, ഉത്തുറുക്ക, ഉത്തുറുഖ്ന. ഇനി രണ്ടാമത്തത് കുൽ എന്നവിടെ ഉണ്ട്, ലാസ്റ്റ് കുൽന എന്നുമുണ്ട്. മുഫ്രദ് മുദക്കറും ജംഉ മുഅന്നസും അവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ളതൊക്കെ മുസന്ന മുദക്കറും ജംഉ മുദക്കറും മുഫ്രദ് മുഅന്നസും മുസന്ന മുഅന്നസൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുൽ എന്നുള്ളതിൻ്റെ കുല, കുലു, കുലി, കുല, ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുൽ, കുല, കുലു, കുലി, കുല, കുൽന. ഇനി മൂന്നാമത്തത് ലാ യക്തുബു എന്നവിടെ ഉണ്ട്. ലാ യക്തുബുന എന്ന ലാസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊക്കെ ലാ യക്തുബാനി, ലാ യക്തുബൂന, ലാ തക്തുബു, ലാ തക്തുബാനി. അപ്പോൾ അങ്ങനെ ഒരു ലാ യക്തുബു, ലാ യക്തുബാനി, ലാ യക്തുബൂന, ലാ തക്തുബു, ലാ തക്തുബാനി, ലാ യക്തുബുന. ഇനി നാലാമത്തത് മാ ദഹബത്ത, അവസാനം മാ ദഹബത്തുന്ന എന്നുണ്ട്. അപ്പോൾ അത് മൻഫി ആയതാണ്. നമുക്കങ്ങനെ ചേർത്ത് എങ്ങനെ സർഫാക്കാം? മാ ദഹബത്തുമാ, മാ ദഹബത്തും, മാ ദഹബത്തി, മാ ദഹബത്തുമാ, മാ ദഹബത്ത, മാ ദഹബത്തുമാ, മാ ദഹബത്തും, മാ ദഹബത്തി, മാ ദഹബത്തുമാ, മാ ദഹബത്തുന്ന. ഇങ്ങനെയൊക്കെയാണ് ഇത് സർഫാക്കുക. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.